തെരഞ്ഞെടുപ്പിന് കലാശക്കൊട്ടായി കേരളത്തിൽ പരസ്യപ്രചാരണത്തിന് സമാപനമായിരിക്കുന്നു. നമ്മൾ ആദ്യം ഈ കലാശക്കൊട്ട് വാർത്തയിൽ നിന്നാണ് തുടങ്ങുന്നത്. വോട്ടുത്സവത്തിന് കലാശക്കൊട്ട്. സംസ്ഥാനത്ത് 1.5 മാസത്തിലേറെ നീണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കുട്ടിക്കലാശത്തോടെ പരിസമാപ്തി. ഓരോ മണ്ഡലത്തിലും ശക്തമായ പോരാട്ടമെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മുന്നണികളുടെ ശക്തി പ്രകടനം. ഇനി നിശബ്ദ പ്രചാരണമാണ്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്ക് ആദ്യം. ഇന്ത്യയുടെ ആഗോള പൗരൻ ആ വേഷവിധാനങ്ങളെല്ലാം അഴിച്ചുവെച്ച് സാധാരണക്കാരുടെ ആവേശങ്ങളുടെ ഭാഗമായ നിമിഷം. തൊട്ടടുത്ത് അതിലേറെ ഉയരത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഗരിമ. ചെങ്കിരീടമണിഞ്ഞ് പന്ന്യൻ രവീന്ദ്രൻ പഴയ രാജവീഥികളിൽ പഴയ തൊഴിലാളി നേതാവിന്റെ ഗാംഭീര്യത്തോടെയുള്ള പോക്കാണ്. ആറ്റിങ്ങൾ ശരിക്കും കലങ്ങി മറഞ്ഞു തന്നെ കിടക്കുകയാണ്. കൊട്ടിക്കലാശിക്കാൻ വന്നുകൂടിയ 3 കൂട്ടരും തുല്യശക്തിയിൽ, തുല്യ ആവേശത്തിൽ. കൊല്ലത്തൊന്നും ഏകപക്ഷീയമല്ല. അതൊരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ചു രാഷ്ട്രീയ താരവും താരരാഷ്ട്രീയക്കാരും പങ്കെടുത്ത കൊട്ടിക്കലാശം. ഈസി വാക്ക് ഓവറിൽ നിന്ന് ടൈറ്റ് ഫൈറ്റിലേക്കുള്ള പോക്ക് മാവേലിക്കരയുടെ ഓരോ ശ്വാസത്തിലുമുണ്ട്. ധനതത്വശാസ്ത്രം പഠിപ്പിക്കുന്ന കണക്കുകൾക്കപ്പുറമായിരുന്നു പത്തനംതിട്ടയുടെ കലാശം. അത് 5ാം കാലത്തിനുമപ്പുറം പുതിയ ഗണിതങ്ങൾ തീർത്തു. നമ്മൾ എത്തിക്കഴിഞ്ഞു കനലെരിയുന്ന ആലപ്പുഴയിൽ. കോട്ടയത്ത് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും ഇതിലാരാണ് UDF എന്ന് ചിലരെങ്കിലും സംശയിക്കും. ഹൈറേഞ്ചിലെ കാര്യം ഒന്നും പറയണ്ട, പൊളിയെന്നല്ലാതെ എന്ത് വിളിക്കാൻ. എറണാകുളം അത്ര ശാന്തമൊന്നുമല്ല കേട്ടോ. നല്ല അടിയിളക്കമുള്ള കായലാണ്. ചാലക്കുടിയിൽ വരുന്നവരും പോകുന്നവരുമൊക്കെ രാഷ്ട്രീയ ക്ലാസ് എടുക്കുന്നുണ്ട്. തീരുമാനമാകാൻ സമയമെടുക്കുമായിരിക്കും. പൂരം കൈവിട്ടു പോയ തൃശൂരിൽ 3 പാർട്ടിയെയും 3 തുറങ്കലിലാക്കി പോലീസ് മുട്ടുവിറച്ചു നിൽപ്പായിരുന്നു. ആലത്തൂരിൽ പാട്ടുമുണ്ടായിരുന്നു, ആട്ടവും. പാലക്കാട് കോട്ട കെട്ടിയ പോലെ ഒറ്റ നിൽപ്പാണ്. എന്താണാവോ ഉള്ളിൽ? പൊന്നാനിയിൽ തകർത്തുവാരുകയായിരുന്നു. സമസ്ത ജാതി മത വിഭാഗങ്ങളിലും പെട്ടവർ ഒന്നു ചേർന്ന്. മലപ്പുറത്ത് മാത്രം പോലീസ് വിചാരിച്ചിട്ടും കാര്യങ്ങൾ കയ്യിൽ നിന്നില്ല. അവിടെ ആവേശം തല്ലുമഴയായി.
കോഴിക്കോട്ടെ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലായോ? മൊത്തം ഗൗരവമുള്ള രാഷ്ട്രീയമാണ്. അത് പതുക്കെ തെളിയൂ. ഇനി ശബ്ദമുണ്ടാക്കാതെ പോയി നോക്കാം. സ്ഥലം വടകരയാണ്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് വല്ല പിടിയുമുണ്ടോ? ദേ വയനാട്. അവിടെ ഏതൊക്കെ കൊടി പാറുന്നുണ്ടെന്ന് ഒന്ന് നോക്കിയിട്ട് പോയേക്കാം. എന്റെ അമ്മോ എന്ന് വിളിച്ചു പോകും. ഇത് കണ്ണൂരാണ്. വേറൊന്നും പറയാനില്ല, കണ്ട് തീരുമാനിക്കാം. ദേ അത്യുത്തര കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനിയില്ലല്ലോ ആർക്കും സംശയം. 20 റിപ്പോർട്ടർമാർക്കൊപ്പം 24. തെരഞ്ഞെടുപ്പ് പ്രചാരണ കൊട്ടിക്കലാശത്തിനിടെ പലയിടത്തും സംഘർഷം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കല്ലേറിൽ CR മഹേഷ് MLAയ്ക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. നെയ്യാറ്റിൻകരയിൽ KSRTC ബസിന് കേടുപാടുണ്ടായി. മലപ്പുറം കുന്നുമലിൽ പോലീസ് ലാത്തിവീശി. കരുനാഗപ്പള്ളിയിൽ CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. കല്ലേറിൽ CR മഹേഷ് MLA, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി, കരുനാഗപ്പള്ളി ACP പ്രദീപ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഹാഷിം തുടങ്ങിയവർക്ക് പരിക്കേറ്റു. വലിയ തോതിൽ സംഘടിച്ച് ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനീ ആക്രമിക്കാൻ വന്ന പ്രവർത്തകരെ, പ്രകോപനപരമായി വന്ന പ്രവർത്തകരെ ശാന്തരാക്കാൻ ഇടപെട്ട സമയത്താണ് പാറക്കല്ല് ഉപയോഗിച്ചുകൊണ്ട് നെഞ്ചത്ത് ഏറ് കിട്ടിയത്, നെഞ്ചത്ത് എറിഞ്ഞത്. പോലീസിന്റെ കണ്ണീർ വാതക പ്രയോഗത്തിൽ കുട്ടികൾക്കുൾപ്പെടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി. പത്തനാപുരത്ത് ഉച്ചഭാഷിണി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കവും കയ്യാങ്കളിയിലേക്ക് നീണ്ടു. നെയ്യാറ്റിൻകരയിൽ UDF പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി. സംഘർഷത്തിനിടെ KSRTC ബസിന് കേടുപാടുണ്ടായി. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പാറശാലയിൽ LDF BJP പ്രവർത്തകർ നേർക്കുനേർ വന്നത് സംഘർഷ സാഹചര്യത്തിന് ഇടയാക്കി. തിരുവനന്തപുരം കാരറ്റ് ജംഗ്ഷനിൽ CPIM പ്രവർത്തകർ ശശി തരൂരിന്റെ പ്രചാരണ വാഹനത്തിന്റെ ചില്ല് അടിച്ചു തകർത്തെന്നും പ്രവർത്തകരെ മർദ്ദിച്ചെന്നും കോൺഗ്രസ് ആരോപിച്ചു. മാവേലിക്കരയിലും കയ്യാങ്കളി. മലപ്പുറം കുന്നുമ്മലിൽ UDF പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. റൗണ്ടാനയ്ക്ക് മുകളിൽ കയറിയ പ്രവർത്തകരെ താഴെയിറക്കാൻ പോലീസ് പണിപെട്ടു. കൽപ്പറ്റയിൽ UDFന് പിന്തുണയുമായി എത്തിയ DMK പ്രവർത്തകരും LDF പ്രവർത്തകരും ഏറ്റുമുട്ടി. ഇടുക്കിയിലും പെരുമ്പാവൂരിലും പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പരാജയഭീതി ബാധിച്ച CPIM വോട്ടെടുപ്പിന് മുൻപേ അക്രമം തുടങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് 24. കൊട്ടിക്കലാശത്തിനിടെ മാവേലിക്കരയിലും വള്ളികുന്നത്തും സംഘർഷമുണ്ടായി. UDF LDF പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. മനീഷ് മഹിബാൽ ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ചെങ്ങന്നൂരിൽ പോലീസുമായി പ്രവർത്തകർ ഒന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് വള്ളികുന്നത്താണ്. അതായത് മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ പെടുന്ന വള്ളികുന്നം സ്ഥലത്ത് വെച്ചാണ് അവിടെ മാവേലിക്കര MLA കൂടി പങ്കെടുത്ത UDFന്റെയും ഒപ്പം തന്നെ LDFന്റെയും കൊട്ടിക്കലാശ സമയത്താണ് ഇരു കൂട്ടരും തമ്മിൽ ഉന്തും തള്ളും ആദ്യം ഉണ്ടായത്. പിന്നീട് പ്രവർത്തകർ തമ്മിൽ വലിയ സംഘർഷമായി മാറി. ഈ നേതാക്കളും ഒപ്പം തന്നെ പോലീസും ഇവരെ പിടിച്ചു മാറ്റി അങ്ങനെ അത് ശാന്തനിലയിലേക്ക് ആക്കി. ഒപ്പം തന്നെ ഈ കറ്റാനം, ചാരുമൂട്, നൂറാട് എന്നിവിടങ്ങളിൽ പ്രചരണം ശാന്തമായിരുന്നു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും ശാന്തമായിരുന്നു. പക്ഷേ കരുനാഗപ്പള്ളിയിലും സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു LDF പ്രവർത്തകനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വള്ളികുന്നത്തെ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. LDF പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് ചാത്തൂത്ത് താഴെ കലാശക്കൊട്ടിനിടെയുണ്ടായ സംഘർഷത്തിൽ 100ഓളം പേർക്കെതിരെ കേസ്. LDF
UDF പ്രവർത്തകർക്കെതിരെയാണ് പേരാമ്പ്ര പോലീസ് കേസെടുത്തത്. അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, പേരാമ്പ്ര, നൊച്ചാട്, ചാത്തോത്തു താഴെ പ്രാദേശികമായ കുട്ടിക്കലാശം നടന്നിരുന്നു. അതിനിടയിലാണ് LDF UDF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടക്കത്തിൽ ചെറിയ വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് അത് നേരിയ സംഘർഷത്തിലേക്ക് വഴിമാറുകയുമായിരുന്നു. പേരാമ്പ്ര പോലീസ് എത്തി ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പ്രവർത്തകർ വഴങ്ങിയില്ല. പോലീസിന് നേരെയും ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസിന്റെ കോളർ പിടിച്ചു വലിക്കുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് ഈ വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റാൻ, പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ വാഹനം നിർത്തിയിട്ടിരുന്നു. അത് മാറ്റാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഈ പ്രവർത്തകർ അതിന് തയ്യാറായിരുന്നില്ല. ഇതിലൊക്കെയാണ് നിലവിൽ ഇപ്പോൾ പേരാമ്പ്ര പോലീസ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയാണ് കേസ്. അതായത് LDF UDF പ്രവർത്തകരായ കണ്ടാലറിയാവുന്ന 100 പേർക്കെതിരെയാണ് നിലവിൽ പേരാമ്പ്ര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഉന്മേഷ്, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. 13 സംസ്ഥാനങ്ങളിലായി 88 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ ജനം വിധിയെഴുതുക. ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ പ്രചാരണ തന്ത്രം മാറ്റിയാണ് മുന്നണികൾ രണ്ടാം ഘട്ടത്തിന് ഒരുങ്ങിയത്. കഴിഞ്ഞ തവണ BJPക്ക് മേൽക്കൈ ലഭിച്ച മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാം എന്ന കണക്കുകൂട്ടലിലാണ് ഇന്ത്യ മുന്നണി. 2019 സഖ്യകക്ഷികൾ നേടിയ 2 സീറ്റ് ഉൾപ്പെടെ 88-ൽ 64 മണ്ഡലങ്ങളിലും BJPക്കായിരുന്നു വിജയം. 18 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത്. ഇത്തവണ കേരളമൊഴിച്ചാൽ രണ്ടാം ഘട്ടത്തിലെ പ്രധാന പോരാട്ടം കർണാടകയിലാണ്. മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്ന 14 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 13ഉം BJPക്കൊപ്പമായിരുന്നു. മോദി ഗ്യാരണ്ടി പ്രചാരണത്തിലൂടെ വിജയം ആവർത്തിക്കാനാകുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയം കർണാടകയിൽ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. UPയിൽ 8 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. RLD പിന്തുണ, രാമക്ഷേത്ര പ്രചാരണം എന്നിവ എല്ലാ മണ്ഡലങ്ങളിലും തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് BJP കണക്കുകൂട്ടുന്നു. കർഷക സമരമാണ് ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്ന ഘടകം. രാജസ്ഥാനിലെ 13 സീറ്റുകളിൽ 12ലും BJP കോൺഗ്രസ് നേർക്കുനേർ പോരാട്ടമാണ്. BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മധ്യപ്രദേശിൽ 7ഉം മഹാരാഷ്ട്രയിൽ 8 മണ്ഡലങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അസമിലും ബീഹാറിലും 5 വീതം സീറ്റുകളിലാണ് 26-ന് വോട്ടെടുപ്പ് നടക്കുക. ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 3 വീതം മണ്ഡലങ്ങളിലും മറ്റന്നാൾ ജനവിധി എഴുതും. രാജസ്ഥാനിലെയും കേരളത്തിലെയും വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തോടെ പൂർണ്ണമാകും. കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ ചൊല്ലിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശമാണ് വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലും ചർച്ചയാവുന്നത്. ആദ്യഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞതോടെ ആശങ്കയിലായ BJP വർഗീയ കാർഡ് ഇറക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് വലിയ പ്രചാരണവും നടത്തി. മോദിയുടെ പ്രസംഗവും അതേ തുടർന്നുള്ള രാഷ്ട്രീയ വിവാദങ്ങളും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം. ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. സുരക്ഷ ഉറപ്പാക്കാൻ 40,000-ലേറെ പോലീസുകാരെ വിന്യസിക്കും. വിവിധ ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മറ്റന്നാളാണ് വോട്ടെടുപ്പ്. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ 6 വരെയാണ് പോളിംഗ്. 25,231 ബൂത്തുകളിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ 24നോട് പറഞ്ഞു. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തും. എല്ലാ ബൂത്തിലെ വെബ് ക്യാം ഉണ്ട്. അഗെയിൻ ഫസ്റ്റ് ടൈം നമ്മുടെ ഔട്ട് ഓഫ് 25,000 നോട്ട് പോളിംഗ് ബൂത്ത്സ് 22,000 ബൂത്ത്സിൽ വെബ് ക്യാം കവറേജ് ഉണ്ട്. നമ്പർ 2, സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെ ടീം അവിടെ കാണും. മൂന്നാമത്തെ we have micro observers entirely കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് അവരുടെ ടീംസ് അവിടെ കാണും. വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 41,976 പോലീസുകാരെ വിന്യസിച്ചു. വിവിധ കേന്ദ്രസേനകളിൽ നിന്ന് 4,446 പേരും തമിഴ്നാട് പോലീസിൽ നിന്ന് 1,500 പേരും സുരക്ഷാ ചുമതലയിലുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിവരെ മദ്യശാലകൾ അടച്ചിടും. കേരളത്തിലെ 8 മണ്ഡലങ്ങളിൽ സമ്പൂർണ്ണ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ അറിയിച്ചിരുന്നു. 24 തിരുവനന്തപുരം. മാസപ്പടി കേസിൽ മകൾ വീണ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തന്നെ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം വിടുവായത്തം. രാഹുലിനെയല്ല, കോൺഗ്രസ് നിലപാടുകളെയാണ് ചോദ്യം ചെയ്തത്. നരേന്ദ്രമോദിയുടെ വർഗീയത പാരമ്യത്തിലെത്തിയെന്നും 24ന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ആരോപിച്ചു. 24 എക്സ്ക്ലൂസീവ്.
24-ന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിലും ആരോപണങ്ങളിലും മുഖ്യമന്ത്രിയുടെ മറുപടി. മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ മാസപ്പടി കേസ് പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമെന്ന് മുഖ്യമന്ത്രി. അവളൊരു കമ്പനി നടത്തി, എത്ര ആളുകൾ കമ്പനി നടത്തുന്നു? ഇതെന്താ ഒരു കുട്ടി ആദ്യമായിട്ട് കമ്പനി നടത്തുകയാണോ കേരളത്തിലും ഇന്ത്യയിലും? ആ ഒരു പേരൊക്കെ ഇട്ടിട്ട് ഒരു പുകമറ സൃഷ്ടിക്കാം. പക്ഷേ അന്വേഷണ ഏജൻസികൾ കൃത്യമായി അന്വേഷിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും വിമർശനം. ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെടുന്നതെന്ന് ചോദ്യം. കേന്ദ്ര ഏജൻസികളുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പ്. എന്തൊരു വിടുവായത്വമാണത്? അതുതന്നെയല്ലേ എനിക്ക് ചോദിക്കാനുള്ളത്. രാഹുൽ ഗാന്ധി ഒരു കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവാണല്ലോ. എന്തടിസ്ഥാനത്തിലാണ് എന്നെ അറസ്റ്റ് ചെയ്യേണ്ടത്? എന്ത് കേസിൻ്റെ ഭാഗമായിട്ടാണ്? എന്താണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം? വസ്തുതാപരമായിരിക്കണ്ടേ ചോദ്യം? മുസ്ലിം ലീഗ് സമസ്തയോട് സഹിഷ്ണുത കാണിക്കുന്നില്ല. പുറമേ നിന്ന് നോക്കുന്ന ഒരു ആളെന്ന നിലക്ക് എനിക്ക് തോന്നുന്നത് ലീഗ് പലപ്പോഴും ഒരു സഹിഷ്ണുതയോടെ എല്ലാ കാര്യങ്ങളും നീക്കിയിട്ടുള്ളത്. നേരത്തെയുള്ള അവരുടെ നേതാക്കളും ഈ സമസ്തയുമായിട്ടൊക്കെയുള്ള ബന്ധം വളരെ സുദൃഢമായതായിരുന്നു. കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ അവസ്ഥ പരിതാപകരം. കോൺഗ്രസ് ലീഗിനെ അപമാനിക്കുകയാണ്. അക്കൗണ്ടുകൾ മരവിപ്പിച്ച ക്രൈസ്തവ സഭകളെ കൂടെ കൂട്ടാൻ BJP ശ്രമിക്കുന്നതായും തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ കാര്യം പരാമർശിച്ച് മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പ്രസ്താവന മുസ്ലിം ജനവിഭാഗത്തെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും വിമർശനം. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്നും LDF മികച്ച വിജയം നേടുമെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. 24 കണ്ണൂർ. രാജസ്ഥാനിലെ വിദ്വേഷ പരാമർശം ഛത്തീസ്ഗഡിലും ആവർത്തിച്ച് പ്രധാനമന്ത്രി. കോൺഗ്രസ് സ്വത്തുക്കൾ കവർന്നെടുത്ത് ആർക്ക് കൊടുക്കുമെന്ന് മനസ്സിലായില്ലേ എന്ന ചോദ്യത്തോടെയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗം. വ്യാപക പരാതി ഉയർന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. കേന്ദ്രമന്ത്രിയും ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ നിതിൻ ഗഡ്കരിക്ക് പ്രചാരണത്തിനിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കും. രാജസ്ഥാനിലെ ബെൻസ്വാഡയിലെ വിവാദ പരാമർശങ്ങൾക്കെതിരെ പ്രതിഷേധം ഇരമ്പുമ്പോഴും ഓരോ വേദികളിലും അതുതന്നെ ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുസ്ലിം എന്ന് നേരിട്ട് പറയാതെയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലെ സാമൂഹിക സാമ്പത്തിക സർവേ പ്രഖ്യാപനത്തെ നരേന്ദ്രമോദി വിമർശിക്കുന്നത്. कि कांग्रेस का मैनिफेस्टो पर मुस्लिम लीग की छाप है. മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പാക്കി വോട്ട് ബാങ്കിനെ സന്തോഷിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് നരേന്ദ്രമോദി. ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ സംവരണം കവരാനും അനന്തരാവകാശ നികുതി ഏർപ്പെടുത്താനും കോൺഗ്രസിന് പദ്ധതിയുണ്ടെന്ന ആരോപണം. कांग्रेस जिसने ओबीसी से उनका हक छीन लिया है, कांग्रेस ने सामाजिक न्याय की हत्या की है, कांग्रेस ने संविधान की भावना को ठोकर पहुंचाई है. ആരോപണങ്ങൾ നിഷേധിച്ച കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് 2014 ഒന്നാം മോദി സർക്കാരിലെ ധനകാര്യ സഹമന്ത്രി ജയന്ത് സിൻഹയാണ് അതിന് ശ്രമിച്ചതെന്ന് തിരിച്ചടിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടായി. തലചുറ്റി വീഴാൻ തുടങ്ങിയ ഗഡ്കരിയെ ഒപ്പമുണ്ടായിരുന്നവർ താങ്ങിപ്പിടിച്ചു. മഹാരാഷ്ട്രയിലെ യവത്മാളിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് സംഭവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനൌജ് സീറ്റിൽ നിന്ന് അഖിലേഷ് യാദവ് വീണ്ടും മത്സരിക്കുമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവ് അറിയിച്ചു. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പ്രസംഗത്തിനെതിരെ CPIM പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഡൽഹി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. നേരത്തെ മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷനിൽ താൻ നൽകിയ പരാതി സ്വീകരിക്കാത്തത് തെറ്റാണെന്ന് കമ്മീഷണർ സമ്മതിച്ചതായി ബൃന്ദ കാരാട്ട് അറിയിച്ചു. വിദ്വേഷ പ്രസംഗത്തിൽ പരാതിയില്ലെങ്കിലും കേസെടുക്കണമെന്ന സുപ്രീം കോടതി വിധിയും ബൃന്ദ കാരാട്ട് ചൂണ്ടിക്കാട്ടി. We have met the Delhi Police Commissioner, Shri Sanjay Arora. My colleague Pushpinder Singh Grewal and myself had given a written complaint asking for an FIR to be registered against the hate speech made by the Prime Minister Narendra Modi on April 21st. The Thana did not respond at all. In fact, did not even accept the complaint. So because of that, today we had to meet the Police Commissioner. The Police Commissioner has said that and agreed that it was wrong of the Thana not to accept the complaint, and he has said that he will take legal opinion about the case.
ജാതി സെൻസസ് തന്റെ ജീവിത ലക്ഷ്യമെന്ന രാഹുൽ ഗാന്ധി. ഇന്ത്യ സഖ്യം സർക്കാരുണ്ടാക്കിയാൽ ആദ്യ പരിഗണന ജാതി സെൻസസിന് നൽകും. കോൺഗ്രസിന്റെ വിപ്ലവ തീരുമാനങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ജാതി സെൻസസ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ये मेरे लिए अब राजनीतिक मुद्दा नहीं है, ये आप बात समझ लीजिए. ये अब मेरा लाइफ का मिशन है. കോൺഗ്രസ് പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്ന ജാതി സെൻസസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കൾ വിവാദമാക്കിയ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം. 22 അതിസമ്പന്നർക്ക് പ്രധാനമന്ത്രി നൽകിയ പണത്തിലെ ചെറിയൊരു പങ്ക് 90% ആളുകൾക്ക് വീതിച്ചു നൽകുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ये 90% का पैसा है. अब मैं कह रहा हूं कि भैया अगर 90% का पैसा है तो एक दो लाउड स्पीकर तो पकड़ा दो. 90% आबादी के पास 650 में से 100, और वो भी छोटे छोटे. രാമക്ഷേത്ര പ്രതിഷ്ഠ, പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം എന്നീ ചടങ്ങുകളിൽ ദളിത് ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആരെയും കണ്ടില്ല എന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. കോൺഗ്രസ് പ്രകടന പത്രിക ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ സംഘടിപ്പിച്ച സാമാജിക് ന്യായ് സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. സ്വാതന്ത്ര്യം, ഭരണഘടന, ധവള വിപ്ലവം തുടങ്ങി കോൺഗ്രസിന്റെ വിപ്ലവ തീരുമാനങ്ങളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ജാതി സെൻസസ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 24 ഡൽഹി. പശ്ചിമ ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷനും ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ അധിർ രഞ്ജൻ ചൌധരിക്കെതിരെ തൃണമൂൽ കോൺഗ്രസ്. അധിർ രഞ്ജൻ ചൌധരി CPIയുമായി ചേർന്ന് അധിക്ഷേപിക്കുകയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി കുറ്റപ്പെടുത്തി. ബൽറാം തൊലങ്ങാടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, എന്താണ് ഈ തർക്കം? ഉന്മേഷ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇന്ത്യ മുന്നണിയിലെ സീറ്റ് പങ്കിടൽ ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ തന്നെ തൃണമൂൽ കോൺഗ്രസുമായി ഇടഞ്ഞിരുന്നു. തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിൽ പ്രധാന പങ്ക് ഈ തൃണമൂൽ കോൺഗ്രസ് സഖ്യം ഇല്ലാത്തതിന് പ്രധാന പങ്ക് അധിർ രഞ്ജൻ ചൌധരിക്കാണ് എന്ന ആക്ഷേപം നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയായാണ് പ്രചരണ യോഗത്തിനിടെ അധിർ രഞ്ജൻ ചൌധരിക്കെതിരെ അഭിഷേക് ബാനർജി ആഞ്ഞടിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ മമതാ ബാനർജി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒപ്പം ഇരുന്ന് BJPയെ കേന്ദ്രത്തിൽ നിന്നും പുറത്താക്കുന്നത് എങ്ങനെയെന്ന് ചർച്ച ചെയ്യുമ്പോൾ ബംഗാളിൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരി CPIM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമുമായി ചേർന്ന് തന്നെയും പാർട്ടിയെയും അധിക്ഷേപിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഒപ്പം തന്നെ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ എന്നുള്ളത് നിരവധി BJP നേതാക്കൾ ഇതിനകം തന്നെ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരാനായി തന്നെ സമീപിച്ചുവെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം അത് ഉണ്ടാകുമെന്നുമാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് പെന്തക്കോസ്ത് പാസ്റ്റർമാർക്ക് BJP പണം നൽകി എന്ന പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് LDF. BJP തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്നും തെളിവായി ഷോൺ ജോർജിന്റെ വീഡിയോ കയ്യിലുണ്ടെന്നും M. വിജയകുമാർ പറഞ്ഞു. നേരിട്ട് പണം കൈകളിൽ എത്തിക്കുന്ന കേന്ദ്ര പദ്ധതികൾ ഉണ്ടെന്നാണ് BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷിന്റെ മറുപടി. ക്രിസ്ത്യാനികളെ നിങ്ങൾ ചെറുപ്പക്കാരെ പയ്യന്മാരില്ലേ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കണ്ടുകൂടെ അല്ലേ? എന്നിട്ട് നിങ്ങളന്മാരെ BJPയുടെ മീറ്റിങ്ങിന് പോയത് ആഹാരം ഇല്ലെങ്കിൽ കേരളത്തിനകത്ത് എന്തെല്ലാം അവസ്ഥകളുണ്ട് ആഹാരം കഴിക്കാൻ. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത പെന്തക്കോസ്ത് സഭാ പാസ്റ്റർമാർക്കു നേരെ സഭാവിശ്വാസികളും നാട്ടുകാരും പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുകയാണ്. പൂവാറിലെ മഹീന്ദ്ര റിസോർട്ടിൽ നടന്ന വിരുന്നിൽ പണമിടപാട് നടന്നു എന്നാണ് LDF ആരോപണം. വസ്തുതാപരമായ ഒരു കാര്യം വന്നത് പൂവാറിലാണ്. പൂവാറിലെ മഹീന്ദ്ര റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൽ വച്ചിട്ട് പാസ്റ്റർമാരെ വിളിച്ചിട്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത ഷോൺ ജോർജ് അദ്ദേഹം പറയുകയാണ്, ഞാനാണിത് വിളിച്ചു കൂട്ടിയത്. ഞാൻ വിളിച്ചു കൂട്ടി, എൻ്റെ ചുമതല ഇതാണിപ്പോൾ. ഈ ന്യൂനപക്ഷങ്ങളെയും ഈ വിഭാഗക്കാരെയും സ്വാധീനിക്കാൻ വേണ്ടി BJP എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ബാക്കി ഈ അവരെ വിളിച്ചു കൂട്ടിയത് മാത്രമായിരിക്കുമല്ലോ അതിൻ്റെ പിന്നിൽ നടന്നത് എന്തൊക്കെയാണ്, അതെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. മറുപടിയുമായി BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് രംഗത്തെത്തി. 100 കണക്കിന് പെന്തക്കോസ്ത് പാസ്റ്റർമാർ BJPയോട് അടുക്കുകയാണെന്നും അവരെ സ്വാധീനിക്കാൻ സ്വാഭാവികമായും ശ്രമിക്കുമെന്നും VV രാജേഷ്. അതെ, പദ്ധതികൾ, ഗവൺമെന്റ് പദ്ധതികൾ, കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ, അവർക്ക് ഇപ്പം നേരിട്ട് അക്കൗണ്ട് വഴി പണം കിട്ടുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ അവരിൽ കൂടുതൽ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. നേരിട്ട് അക്കൗണ്ട് വഴി, സീറോ ബാലൻസ് അക്കൗണ്ട് വഴി പണം കിട്ടുന്ന പദ്ധതികളുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. പദ്ധതികൾ വഴി പണം അവർക്ക് ലഭിക്കുന്നുണ്ട്, അത് ഇനിയും ലഭിക്കും. ആരൊക്കെ തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾ കൂടുതൽ ലഭ്യമാക്കാൻ ഇടപെടും. രാജീവ് ചന്ദ്രശേഖർ പണം നൽകി വോട്ട് പിടിക്കുന്നു എന്ന ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിനെ നേരത്തെ താക്കീത് ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് തിരികെ. മാനന്തവാടിയിൽ പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചതിനെ ചൊല്ലി BJP പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റം. BJP നേതാവ് K. അണ്ണാമലയെ സ്വാഗതം ചെയ്യുന്ന ബോർഡുകൾ പൊതുസ്ഥലത്ത് നിന്ന് ഉദ്യോഗസ്ഥർ മാറ്റിയതാണ് തർക്കത്തിന് കാരണമായത്. ഉദ്യോഗസ്ഥർ നീക്കം ചെയ്ത ബോർഡുകൾ BJP പ്രവർത്തകർ വീണ്ടും സ്ഥാപിച്ചതിൽ പ്രതിഷേധവുമായി LDFും UDFും രംഗത്തെത്തി. വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് BJP തമിഴ്നാട് അധ്യക്ഷൻ K. അണ്ണാമലൈ മാനന്തവാടിയിലേക്ക് വന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് BJP ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. റോഡരികിലായിരുന്നു ബോർഡുകൾ. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഇത് നീക്കം ചെയ്യാൻ തുടങ്ങി. ഇതോടെ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും പോലീസും തമ്മിൽ വാക്കേറ്റം. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉദ്യോഗസ്ഥരുടെ നടപടി. ഇതിനിടെ സ്ഥാനാർത്ഥി K. സുരേന്ദ്രനും സ്ഥലത്തെത്തി. ഉദ്യോഗസ്ഥർ എടുത്തുമാറ്റിയ ബോർഡുകൾ BJP പ്രവർത്തകർ പൊതുസ്ഥലത്ത് വീണ്ടും സ്ഥാപിച്ചു. ബലം പ്രയോഗിച്ച് പുനഃസ്ഥാപിച്ച BJPയുടെ ബോർഡുകൾ എടുത്തുമാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി LDF UDF പ്രവർത്തകരും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം തടഞ്ഞു നടത്തിയ പ്രതിഷേധത്തിന് പിന്നാലെ ADM സ്ഥലത്തെത്തി ബോർഡുകൾ നീക്കം ചെയ്തു. സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ വരണാധികാരി ഡോക്ടർ രേണുരാജ് അറിയിച്ചു. 24 വയനാട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് വീണ്ടും EDയുടെ നോട്ടീസ്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. എബിൻ ജോസുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. എബിൻ, വിവരങ്ങൾ. ഉന്മേഷ്, ED ഏതായാലും CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ആഴ്ച ഇപ്പോൾ ഇത് 3ാം തവണയാണ് നോട്ടീസ് നൽകുന്നത്. നേരത്തെ നോട്ടീസ് നൽകിയപ്പോൾ MM വർഗീസ് നൽകിയ മറുപടി, അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളിയാഴ്ച വരെ ഹാജരാവാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത് ED കണക്കിലെടുത്തിട്ടില്ല. ഇപ്പോൾ ED വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നു. ഇന്ന് ഹാജരാവണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു, ഇന്നും ഹാജരായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ED വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിപ്പോൾ തിങ്കളാഴ്ച 10 മണിക്ക് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാവാനാണ് നിർദ്ദേശം. എബിൻ ജോസാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കാനോ അതിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാനോ കഴിയില്ലെന്ന് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പിൽ മുഴുവൻ VVPAT സ്ലിപ്പുകളും എണ്ണണം എന്നാവശ്യപ്പെടുന്ന ഹർജി പരിഗണിച്ചപ്പോഴാണ് കോടതിയുടെ പരാമർശം. കോടതിയുടെ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി. സുപ്രീം കോടതി ഹർജി വിധി പറയാൻ മാറ്റി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയത് കൃത്യമാണോ എന്നുറപ്പിക്കാൻ സമ്മതിദായകരെ സഹായിക്കുന്നതാണ് VVPAT സ്ലിപ്പുകൾ. തെരഞ്ഞെടുപ്പിൽ മുഴുവൻ VVPAT സ്ലിപ്പുകളും എണ്ണണമെന്ന ഹർജി പരിഗണിച്ച സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സാങ്കേതിക വശങ്ങളെക്കുറിച്ച് വിശദീകരണം ചോദിച്ചു. ബാലറ്റ് യൂണിറ്റുകൾ, VVPAT, ചിപ്പ് എന്നിങ്ങനെ 3 യൂണിറ്റുകളാണ് വോട്ടിംഗ് യന്ത്രത്തിലുള്ളത്. ഓരോന്നിനും സുരക്ഷിതമായി സ്ഥാപിച്ച പ്രത്യേക മൈക്രോ കൺട്രോളറുകളുണ്ട്. എല്ലാ മൈക്രോ കൺട്രോളറുകളും ഒറ്റത്തവണ മാത്രം പ്രോഗ്രാം ചെയ്യാവുന്നവയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭാരത് ഇലക്ട്രോണിക്സുമാണ് ചിഹ്നം ലോഡ് ചെയ്യുന്നത്. എല്ലാ മെഷീനുകളും 45 ദിവസത്തേക്ക് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. പരാതികളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ അറിയിച്ചു. ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ സോഴ്സ് കോഡ് പരസ്യപ്പെടുത്താനാകില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വോട്ടിംഗ് യന്ത്രത്തിൽ അട്ടിമറി നടത്തിയതിന് തെളിവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ കോടതിക്ക് കഴിയില്ലെന്നും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല, ചില ചോദ്യങ്ങൾ ഉയർന്നപ്പോഴാണ് നിർദ്ദേശങ്ങൾക്കായി വിഷയം പരിഗണിച്ചതെന്നും ഉന്നയിച്ച ചോദ്യങ്ങളിൽ വിശദീകരണം ലഭിച്ചുവെന്നും വ്യക്തമാക്കിയ കോടതി ഹർജി വിധി പറയാൻ മാറ്റി. 24 ഡൽഹി. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ 12 വർഷത്തിന് ശേഷം നേരിൽ കണ്ട മാതാവ് പ്രേമകുമാരി. ഇരുവർക്കും സംസാരിക്കാൻ ജയിൽ അധികൃതർ സമയം അനുവദിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കും. 12 വർഷമായ കാത്തിരിപ്പ്. ഒരു നോക്ക് കാണാനുള്ള അമ്മയുടെയും മക്കളുടെയും ആഗ്രഹം യാഥാർത്ഥ്യമായി. ഏറെ വൈകാരികമായ നിമിഷമായിരുന്നു അതെന്ന് കണ്ടുനിന്നവർ. സേവ നിമിഷപ്രിയ ഫോറം അംഗം സാമുവൽ ജെറോമിനൊപ്പമാണ് പ്രേമകുമാരി സനയിലെ ജയിലിലെത്തി നിമിഷപ്രിയയെ കണ്ടത്. ഇരുവർക്കും സംസാരിക്കാൻ 2 മണിക്കൂറിലധികം സമയം അധികൃതർ അനുവദിച്ചു. I went to drop the embassy staff to the embassy. I dropped them and came back. So I'm still waiting to receive Amma. Amma is still inside. So I called them inside the jail. They said that they'll bring Amma outside. So I'm just waiting outside to receive Amma. കൊലപാതക കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ചർച്ച ഉടൻ ആരംഭിക്കും. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് അനുവദിച്ചാലാണ് മോചനം സാധ്യമാക്കുക. വിദേശ മലയാളി പൗരപ്രമുഖരും സന്നദ്ധ സംഘടനകളും ഇടപെട്ടാണ് യമനിലെ ചർച്ചകൾ നടത്തുന്നത്. 24 കൊച്ചി.
ഡൽഹി ജന്തർ മന്ദറിൽ നാടകീയ പ്രതിഷേധവുമായി തമിഴ്നാട്ടിൽ നിന്നുള്ള കർഷകർ. കാർഷിക വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുക, രാജ്യത്തെ എല്ലാ നദികളും തമ്മിൽ ബന്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഇതിനിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കർഷകർ മൊബൈൽ ടവറിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ആശങ്കയ്ക്ക് ഇടയാക്കി. തമിഴ്നാട്ടിൽ നിന്നുള്ള 200ഓളം കർഷകരാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ജന്തർ മന്ദറിലെത്തിയത്. കടബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കർഷകരുടെ തലയോട്ടികളും അസ്ഥികളും കയ്യിലേന്തിയായിരുന്നു പ്രതിഷേധം. കാർഷികോൽപ്പന്നങ്ങളിൽ നിന്നുള്ള വരുമാനം ഇരട്ടിയാക്കുക, പെൻഷൻ 5000 രൂപയാക്കി ഉയർത്തുക, വ്യക്തിഗത ഇൻഷുറൻസ് ഉറപ്പാക്കുക, ഇന്ത്യയിലെ എല്ലാ നദികളെയും തമ്മിൽ ബന്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരാണസി മണ്ഡലത്തിൽ മത്സരിക്കുമെന്നും കർഷകർ വ്യക്തമാക്കി. മോഡി ஐயாவுடைய கடமை, ஆனா மோடி ஐயா செய்ய மாட்டேங்கிறாரு. அறுதப்புள்ளதான் பால் குடிக்குன்னு சொல்லுவாங்க, தட்டினா தான் ராத்திரில பொண்டாட்டியோட கதை துறப்பான்னு சொல்லுவாங்க. அது போல நாங்க இப்ப அழுதுகிட்டு இருக்கோம். நேற்று வந்தோம், காவல்துறை வச்சு தாக்குறாரு மோடி. எங்களை காப்பாற்ற வேண்டியது மோடியுடைய கடமை. காப்பாற்றவில்லை. இந்தியாவில் எல்லா விவசாய சங்கங்களையும் அழைத்து நாங்கள் வாரணாசியில் 1000 பேர் அவர் எய்தா நாமினேஷன் தாக்கல் பண்ணோம். പ്രതിഷേധത്തിനിടെ കർഷകരിൽ ചിലർ സമീപത്തെ ടെലിഫോൺ ടവറിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ആശങ്കയ്ക്കിടയാക്കി. ഫയർഫോഴ്സ് എത്തിയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ അനുനയിപ്പിച്ച് താഴെ ഇറക്കിയത്. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം. 24 ഡൽഹി. വയനാട് ബത്തേരിയിൽ വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ എത്തിച്ചത് എന്ന് സംശയിക്കുന്ന അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ പിടികൂടി. 1500ഓളം കിറ്റുകളാണ് പോലീസ് പിടികൂടിയത്. പിന്നിൽ BJP എന്ന് LDFും UDFും ആരോപിച്ചു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വിവരങ്ങൾ. ഉന്മേഷ വാഹനത്തിൽ കയറ്റിയ നിലയിലാണ് ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടിയിരിക്കുന്നത്. സുൽത്താൻ ബത്തേരി രാത്രിയോടെയാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ നിറച്ച വാഹനം ബത്തേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവ ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡിന് കൈമാറുമെന്ന് ബത്തേരി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭക്ഷ്യക്കിറ്റുകൾ BJP കോളനികൾ വിതരണം ചെയ്യാനായി തയ്യാറാക്കിയ കിറ്റുകളാണെന്നാണ് LDFും UDFും ആരോപിക്കുന്നത്. 279 രൂപ വരുന്ന 2000 കിറ്റുകളാണ് പിടികൂടിയിരിക്കുന്നത്. ഇതിൽ പഞ്ചസാര, ബിസ്ക്കറ്റ്, റസ്ക്, ചായപ്പൊടി ഉൾപ്പെടെയുള്ള സോപ്പ് പൊടി ഉൾപ്പെടെയുള്ള കിറ്റുകളാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഇത് കൈമാറും എന്നുള്ള വിവരമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവുമായി വയനാട്ടിൽ മാവോയിസ്റ്റ് സംഘം. ജനങ്ങൾ എതിർപ്പറിയിച്ചതോടെ മാവോയിസ്റ്റുകൾ വനമേഖലയിലേക്ക് പിൻവാങ്ങി. തലപ്പുഴ കമ്പമലയിൽ എത്തിയ 4-അംഗ സംഘത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മാവോയിസ്റ്റ് സാന്നിധ്യത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇന്ന് രാവിലെ 6:15ഓടെയാണ് തോക്കുധാരികളായ 4-അംഗ മാവോയിസ്റ്റുകൾ കമ്പമലയിലെത്തിയത്. പാടികൾക്ക് സമീപം നിന്ന് മുദ്രാവാക്യം വിളിച്ചു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. എന്നാൽ ആളുകൾ എതിർപ്പറിയിച്ചതോടെ സംഘം വനത്തിനകത്തേക്ക് പിൻവാങ്ങി. 4 ആൾ യൂണിഫോം ഉണ്ടായിരുന്നു, തോക്കുണ്ടായിരുന്നു. അവര് വോട്ട് ചെയ്യാൻ പാടില്ല, പിന്നെ അവിടുത്തെ ഹോസ്പിറ്റൽസ് ശരിയാക്കിയില്ല, അതൊക്കെ ശരിയാക്കണം എന്നുകൊണ്ടാണ് അവർ പറഞ്ഞത്. മാവോയിസ്റ്റ് കബനിദളം കമാൻഡർ CP മൊയ്തീൻ, സോമൻ, സന്തോഷ്, ആഷിഖ് എന്ന മനോജ് എന്നിവരാണ് എത്തിയതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. CP മൊയ്തീൻ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയാണ്. സോമൻ വയനാട് സ്വദേശിയും ആഷിഖ് എന്ന മനോജ് തൃശൂർ വിയ്യൂർ സ്വദേശിയുമാണെന്ന് പോലീസ് വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിയായിരിക്കെയാണ് മനോജ് ഈ സംഘത്തിന്റെ ഭാഗമായത്. നേരത്തെ കമ്പമലയിലെ വനവികസന കോർപ്പറേഷൻ ഓഫീസ് മാവോയിസ്റ്റുകൾ അടിച്ചു തകർത്തിരുന്നു. ഇതിനുശേഷം വലിയ എതിർപ്പാണ് മാവോയിസ്റ്റുകൾക്കെതിരെ ഈ പ്രദേശത്തു നിന്ന് ഉയർന്നത്. 6ഓളം ഏറ്റുമുട്ടലിന് ശേഷം നിർജ്ജീവമായിരുന്ന മാവോയിസ്റ്റുകൾ വീണ്ടും എത്തിയതോടെ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സുരക്ഷ പോലീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 24 വയനാട്. വാർത്തമഴയിലേക്ക് വീണ്ടും. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടിയ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട്. ചുട്ടുപൊള്ളുന്ന പാലക്കാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച വരെ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. സൂര്യാഘാതവും സൂര്യതപവും ഏൽക്കാൻ സാധ്യത കൂടുതലായതിനാൽ പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. പാലക്കാട് ഉൾപ്പെടെ 12 ജില്ലകളിൽ ഞായറാഴ്ച വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ
37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വേനൽ മഴയും തുടരും. ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലകളിൽ ഇടിമിന്നലും കാറ്റോടും കൂടിയ വേനൽ മഴ ലഭിക്കാനാണ് സാധ്യത. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. ചരിത്രത്തിലെ ഏറ്റവും ചൂട് കൂടിയ വർഷം എന്ന വിശേഷണത്തിലേക്ക് അടുക്കുകയാണ് 2024. ലോകത്തെ 70% തൊഴിലാളികളും കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന അപകട ഭീഷണിയിലാണെന്ന് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ഓരോ വർഷവും മരിക്കുന്നത്. ലോകത്തെ 3.4 ബില്യൺ തൊഴിലാളികളിൽ 70% കാലാവസ്ഥാ വ്യതിയാനം നേരിട്ട് ബാധിക്കുന്നവരാണെന്ന് ILOയുടെ കണ്ടെത്തൽ. ഉഷ്ണതരംഗം, വരൾച്ച, കാട്ടുതീ, ചുഴലിക്കാറ്റ് തുടങ്ങി കാലാവസ്ഥാ ദുരന്തങ്ങൾ മൂലം തൊഴിലാളികൾക്ക് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യത കൂടുതലാണെന്ന് റിപ്പോർട്ട് പറയുന്നു. അവസ്ഥ മോശമായിട്ടും സർക്കാരുകളും കമ്പനികളും തൊഴിലാളികളെ സംരക്ഷിക്കാൻ നടപടിയെടുക്കുന്നില്ലെന്നും റിപ്പോർട്ട്. തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി മതിയായ നിയമനിർമ്മാണം സംഘടന ആവശ്യപ്പെടുന്നു. ചൂടിനെ പ്രതിരോധിക്കാൻ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ മാത്രം നടപടികൾ ഒതുങ്ങുന്നുവെന്നും വിമർശനമുണ്ട്. ലോകത്താകമാനം 1.6 ബില്യൺ ആളുകളെ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് ബാധിക്കുന്നതായാണ് കണക്ക്. ക്യാൻസർ, വൃക്കരോഗങ്ങൾ, ശ്വാസകോശ പ്രശ്നങ്ങൾ തുടങ്ങിയവ മുതൽ അംഗവൈകല്യത്തിലേക്കും മരണത്തിലേക്കും വരെ കാലാവസ്ഥാ വ്യതിയാനം നയിക്കുന്നു. ജോലിസ്ഥലത്തെ വായുമലിനീകരണം മൂലം വർഷം തോറും 9 ലക്ഷത്തോളം തൊഴിലാളികൾ മരിക്കുന്നു. കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന രാസസംയുക്തങ്ങൾ മൂലം മരണമടയുന്നവർ 3 ലക്ഷത്തിലധികം വരും. അമിത ചൂട് കാരണം 19,000 തൊഴിലാളികളും മരിക്കുന്നു. തൊഴിലാളി സുരക്ഷയെ സംബന്ധിച്ചുള്ള അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനാ പ്രധാന യോഗം അടുത്ത വർഷം ചേരും. റിസർച്ച് ഡെസ്ക് 24. ഇപ്പോൾ അരുൺ പാറയ്ക്കൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാസർഗോഡ് ഉപ്പളയിൽ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. കുട്ലു സ്വദേശി പുഷ്പരാജാണ് മരിച്ചത് എന്നാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത് കാസർഗോഡ് നിന്ന്. കോഴിക്കോട് ICU പീഡന കേസിൽ അതിജീവിതം നടത്തിവന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. മൊഴി രേഖപ്പെടുത്തിയ ഡോക്ടർ KV പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് 3 ദിവസത്തിനകം ലഭ്യമാക്കാമെന്ന ഉറപ്പ് ലഭിച്ചെന്ന് അതിജീവിത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്നും അതിജീവിത 24നോട് പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരമാണ് അതിജീവിത അവസാനിപ്പിച്ചത്. ഉത്തരമേഖല IGയുമായി നടത്തിയ ചർച്ചയിൽ 3 ദിവസത്തിനുള്ളിൽ ഡോക്ടർ KV പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാമെന്ന ഉറപ്പ് ലഭിച്ചെന്ന് അതിജീവിത പറഞ്ഞു. അല്ലാത്ത പക്ഷം വീണ്ടും സമരം ആരംഭിക്കും. സമരം ഇന്ന് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ സമരം പിന്നെയും തുടരും. തനിക്കൊപ്പം സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നിൽക്കുന്നില്ല. അതിനാൽ വോട്ട് ബഹിഷ്കരിക്കും. വോട്ട് ചെയ്യാൻ താല്പര്യമില്ല. നമുക്ക് ഒരു പാർട്ടിക്കാരോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ പോലും നമുക്ക് കൂടെ നിൽക്കാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ മാത്രമായ തീരുമാനമാണത്. കേസുമായി ബന്ധപ്പെട്ട് തന്റെ മൊഴി ഡോക്ടർ KV പ്രീതി പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ലെന്നാണ് പരാതി. ഇതിൽ മെഡിക്കൽ കോളേജ് ACP അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിൽ തനിക്ക് അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടെന്നാണ് അതിജീവിതയുടെ വാദം. 24 കോഴിക്കോട്. തിരുവനന്തപുരം മംഗലപുരത്ത് 5 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച 55-കാരൻ അറസ്റ്റിൽ. പിടിയിലായത് മുരുക്കുംപുഴ ഇടവിളാകം സ്വദേശി നാസറാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ നാസറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മംഗലപുരത്തെ ബന്ധുവീട്ടിലെത്തിയ പെൺകുട്ടിയെയാണ് നാസർ ഉപദ്രവിച്ചത്. പീഡന വിവരം പെൺകുട്ടി അമ്മയോട് തുറന്നു പറഞ്ഞു. പിന്നാലെ കുട്ടിയുടെ പിതാവ് മംഗലപുരം പോലീസിൽ പരാതി നൽകി. ഈ മാസം 15-നാണ് സംഭവം. വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് നാസർ കുട്ടിയെ പീഡിപ്പിച്ചത്. പിതാവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് നാസറിനെ കൈയോടെ പിടികൂടി. ഇയാൾ വേറെയും കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം നാസറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് തിരികെ. പത്തനംതിട്ട കോന്നിയിൽ കലാശക്കൊട്ട് കഴിഞ്ഞു മടങ്ങിയ LDF പ്രവർത്തകൻ ജീപ്പിൽ നിന്ന് വീണു മരിച്ചു. കോട്ടയം കുലപ്പാറ ചെരുവുകുഴിയിൽ വീട്ടിൽ റജിയാണ് മരിച്ചത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ഇപ്പോൾ ശ്രീജിത്ത്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്?
അതായത് ഈ കോന്നിയിലെ സ്വീകരണം കഴിഞ്ഞ്, അതായത് ഈ അവസാന വട്ട പര്യടനം കഴിഞ്ഞ് തിരികെ മടങ്ങുകയായിരുന്നു റജിയും സംഘവും. ഈ ജീപ്പിൽ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ഇതുവരെ ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും മൃതദേഹം ഇപ്പോഴും കോന്നി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശ്രീജിത് ശ്രീകുമാരൻ, പത്തനംതിട്ടയിൽ നിന്ന്. കാസർഗോഡ് എന്നൊരു വാർത്ത വരുന്നത്. കാസർഗോഡ് ഉപ്പളയിൽ അലുമിനിയം ഫാബ്രിക്കേഷനിടെ തൊഴിലാളി വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. കൂട്ട്ലൂർ സ്വദേശി പുഷ്പരാജാണ് മരിച്ചത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ്. അരുൺ, വിവരങ്ങൾ. ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. കാസർഗോഡ് ഉപ്പളയിലാണ് ഈ സംഭവം. ബന്ദിയോടെ ഒരു റെസ്റ്റോറന്റിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിക്കെത്തിയതായിരുന്നു ഈ കുഡ്ലു സ്വദേശി പുഷ്പരാജ്. ഈ ജോലി ചെയ്യുന്നതിനിടെ ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന സംശയം പറയുന്നുണ്ട്. ജോലി ചെയ്യുന്നതിനിടെ ഷോക്കേറ്റ് തൊഴിലാളി തെറിച്ചു വീഴുകയായിരുന്നു. ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. നിലവിൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഉന്മേഷ് പാറയ്ക്കൽ, കാസർഗോഡ്. ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട. 1 കിലോ ഹെറോയിനുമായി രാജസ്ഥാൻ സ്വദേശി പിടിയിലായി. രാജ്യാന്തര വിപണിയിൽ 28 കോടിയോളം രൂപ വിലമതിക്കുന്ന ലഹരി മരുന്നാണ് പിടിച്ചെടുത്തത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചെന്നൈ വിമാനത്താവളം വഴി വൻതോതിൽ മയക്കുമരുന്ന് കടത്തുന്നതായി കേന്ദ്ര റവന്യൂ ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 28-കാരനായ രാജസ്ഥാൻ സ്വദേശി പിടിയിലായത്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നിന്നെത്തിയ ഇയാൾ ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഡൽഹിയിലേക്ക് പോകാനായിരുന്നു പദ്ധതി. സംശയം തോന്നിയ കേന്ദ്ര റവന്യൂ ഇന്റലിജൻസ് വിഭാഗം ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി പരിശോധന നടത്തുകയായിരുന്നു. ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്ന് 1 കിലോയോളം മയക്കുമരുന്ന് കണ്ടെത്തി. തുടർന്ന് യാത്ര റദ്ദാക്കുകയും വിശദമായ പരിശോധന നടത്തുകയുമായിരുന്നു. ഏറ്റവും വില കൂടിയ ഹുക്ക മരുന്നാണ് ഇയാളുടെ കൈവശമുള്ളതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ഇതിന് രാജ്യാന്തര വിപണിയിൽ ഏകദേശം 28 കോടി രൂപയോളം വില വരും. പിടിയിലായ രാജസ്ഥാൻ സ്വദേശി ഭരത് വസിത അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്തു സംഘത്തിൽപ്പെട്ടയാളെന്നാണ് സൂചന. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. 24 ചെന്നൈ. മൈക്രോ പ്ലാസ്റ്റിക്കുകൾ മനുഷ്യകുലത്തിന്റെ നാശത്തിന് ഇടയാക്കും എന്ന് പുതിയ പഠനം. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന് പുറമെ കരൾ, വൃക്ക, തലച്ചോർ എന്നീ അവയവങ്ങളിലും മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. അഞ്ച് മില്ലിമീറ്ററിനേക്കാൾ വലിപ്പം കുറഞ്ഞ പ്ലാസ്റ്റിക് വസ്തുക്കളെയാണ് മൈക്രോ പ്ലാസ്റ്റിക്കുകളെന്ന് വിശേഷിപ്പിക്കുന്നത്. വളങ്ങളിലും കീടനാശിനികളിലും പെയിന്റുകളിലും ഡിറ്റർജന്റുകളിലും കോസ്മെറ്റിക്സിലുമെല്ലാം മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യമുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലുകളിലുള്ള കുടിവെള്ളത്തിൽ നിന്നും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിലൂടെയും മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഭക്ഷണത്തിൽ കലരുന്നു. പ്രതിവർഷം ശരാശരി 50,000 മൈക്രോ പ്ലാസ്റ്റിക് കണികകൾ ഒരാളുടെ ശരീരത്തിലെത്തുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. 2022 മനുഷ്യരക്തത്തിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇപ്പോഴിതാ മനുഷ്യ ശരീരത്തിലെ കരൾ, വൃക്ക, തലച്ചോർ തുടങ്ങിയ അവയവങ്ങളിലും മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. 3 വർഷം മുമ്പ് മറുപിള്ളയിലും മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു. ഇവ ക്യാൻസർ, പ്രത്യുൽപാദന തകരാറുകൾ, ഉദരസംബന്ധ രോഗങ്ങൾ തുടങ്ങി മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ മെക്സിക്കോയിലെ ഡോക്ടർ മാർക്കസ് ഗാർസിയയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും പുതിയ പഠനം മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഭാവിയിൽ മനുഷ്യവംശത്തിന്റെ നാശത്തിന് തന്നെ വഴിവെച്ചേക്കാമെന്ന ആശങ്കകളാണ് ഉയർത്തുന്നത്. റിസർച്ച് ഡെസ്ക് 24. ഇനി IPL വാർത്തയിലേക്ക്. IPL-ൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 225 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഡൽഹി 4 വിക്കറ്റ് നഷ്ടത്തിൽ 224 റൺസ് എടുത്തു. അവസാന ഓവറിൽ തകർത്തടിച്ച നായകൻ ഋഷഭ് പന്താണ് ഡൽഹിക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. പന്ത് 88 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. അക്സർ പട്ടേൽ 66 റൺസ് നേടി. ഗുജറാത്തിനായി സന്ദീപ് വാര്യർ 3 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ ഗുജറാത്തിന് ആദ്യ വിക്കറ്റ് നഷ്ടമായി. വാർത്ത പൂർത്തിയാകുന്നു.